ഇസ്രായേലിൻ്റെ F-16 വിമാനവും ഇന്നലെ വെടിവെച്ചിട്ട് ഇറാൻ. ഏതാണെങ്കിലും ഇസ്രായേൽ സമ്മതിച്ചിട്ടുണ്ട്, ഇറാൻ്റെ വെടി കൊണ്ടിട്ടുണ്ട്, പക്ഷെ ഒന്നും പറ്റിയിട്ടില്ല, സേഫായിട്ട് വിമാനം ലാൻഡ് ചെയ്തു, ആർക്കും ഒന്നും പറ്റിയിട്ടില്ല എന്ന്. അത് പിന്നെ സമ്മതിച്ചു തരൂല, ഏതായാലും പറ്റിയിട്ടുണ്ട് എന്ന് പറഞ്ഞു. അത് വലിയൊരു കാര്യം. പോട്ടെ, അടുത്തതായിട്ട് ഇന്നലെ നടന്നിട്ടുള്ള ആക്രമണത്തിൽ, അതായത് തെക്കൻ ഇസ്രായേലിൽ നടന്നിട്ടുള്ള ആക്രമണത്തിൽ ഒരുപാട് പേർക്ക് പരിക്കുണ്ട്. ഒരുപാട് പേരുടെ നില ഗുരുതരമാണേ പുറത്തോട്ട് വന്നിട്ടുള്ളൂ. മരണസംഖ്യ ഒരുപാടുണ്ട് എന്നാണ് പറയുന്നത്. ഇനി അവിടെ സന്ദർശിക്കാനെത്തിയ ബെൻക്വയർ ഉണ്ട്. ബെൻക്വയർ നമുക്കറിയാം, കഴിഞ്ഞ ദിവസം ചത്തു എന്ന് വിചാരിച്ചിരുന്നു, ഒരു ആക്സിഡൻ്റ് ആണ് അല്ലെങ്കിൽ മറ്റു പല കാര്യങ്ങളും പറഞ്ഞ് അയാൾ തല കാണിക്കാൻ വന്നു. തല കാണിക്കാൻ വന്നോടത്തുനിന്ന് അവിടുത്തെ ഇസ്രായേലി ജനത കൂക്കി വിളിച്ച് ഇറങ്ങി പോകടാ എന്നും പറഞ്ഞിട്ട് മന്ത്രിനെ അടുപ്പിക്കാണ്ട് തെറി പറയുന്ന വീഡിയോയും നമ്മൾ ഇന്ന് കാണിച്ചു കേട്ടോ. യുദ്ധത്തിൻ്റെ അവസ്ഥ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു സുഖമില്ല. ഇസ്രായേലിൽ ഒരു തരത്തിലുള്ള അയൺ ഡോം സിസ്റ്റങ്ങളും കംപ്ലീറ്റ്ലി നിലച്ചിരിക്കുന്ന ഒരവസ്ഥയാണ്. വിടുന്ന മിസൈലുകളെല്ലാം ഇസ്രായേലിൻ്റെ പല പല ഭാഗങ്ങളിൽ വീഴുകയാണ് കഴിഞ്ഞ 2 ദിവസങ്ങളായിട്ട്. ഏതാണെങ്കിലും ഇന്നത്തെ കുറച്ച് അപ്ഡേറ്റുകൾ നമുക്ക് പറയാം. നമ്മൾ ഈ കാണുന്നതേ ഇസ്രായേലി മന്ത്രിയാണ്, അതായത് ഇസ്രായേലി സെക്യൂരിറ്റി ഹെഡാണ്, സെക്യൂരിറ്റി മിനിസ്റ്ററാണ്, രാജ്യ സെക്യൂരിറ്റി മിനിസ്റ്ററാണ്, ബെൻക്വയർ ആണ്. അയാൾ ഇന്നലെ ഇസ്രായേലിൻ്റെ തെക്കൻ ഭാഗത്തുള്ള മിസൈൽ ആക്രമണമുണ്ട്, അത് സന്ദർശിക്കാൻ എത്തിയതാണ്. അവിടുന്ന് ജനങ്ങൾ പ്രകോപിതരായിട്ട് രൂക്ഷമായിട്ട് വിമർശിക്കുന്ന ദൃശ്യങ്ങളാണ് നമ്മൾ ഈ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഈ മരണത്തിൻ്റെ ഉത്തരവാദി നിങ്ങളാണ് എന്നാണ് ഒരു സ്ത്രീ അവിടെ വിളിച്ചു പറയുന്നതായിട്ട് നമ്മൾ കേൾക്കുന്നത്. ബെൻക്വയർ എന്ന് പറഞ്ഞിട്ടുള്ള ഇതേ മന്ത്രിയാണ് ഇസ്രായേലി നെസറ്റിൽ ഇരുന്നിട്ട് ഗസയിലെ ആളുകളെ കൊന്നൊടുക്കണം, യുദ്ധം ഞങ്ങൾക്ക് നിർത്താൻ പാടില്ല, ഒരൊറ്റൊരുത്തനും അവിടെ പാടില്ല എന്നും പറഞ്ഞിട്ട് മുമ്പ് അവിടെ കിടന്ന് എന്താ പറയുക ഭയങ്കരമായിട്ട് വിളിച്ചു കൂവിയ രംഗങ്ങളൊക്കെ നമുക്ക് ഓർമ്മയുണ്ട് അല്ലേ. അതേ മന്ത്രിയുടെ മുമ്പിലാണ് ഈ നാട്ടിലെ അതേ ജനത ഇറങ്ങിപ്പോടാ പട്ടി എന്ന് നമുക്ക് വേണേൽ പറയാം. അവരുടെ ഭാഷ വേറെ രീതിയിലാണ്. ഏതാണെങ്കിലും ഇത്തരത്തിലുള്ള പേപ്പട്ടികളെ അവിടുന്ന് ജനങ്ങൾ തന്നെ ആട്ടി ഓടിക്കാൻ തുടങ്ങിയിട്ടുണ്ട്. ഇനി അത് മാത്രമല്ല, ഇസ്രായേലിൻ്റെ ഇസ്രായേലിൽ വീണിട്ടുള്ള ആക്രമണങ്ങളെ പറ്റി നമ്മളൊരു വീഡിയോ ഇട്ടിരുന്നു. എന്താ പറയുക, അവിടെ ഡിമോണ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ആണവ കേന്ദ്രം നിൽക്കുന്ന ആ ഒരു സ്ഥലത്ത് മാത്രമല്ല, മറ്റ് പല സ്ഥലങ്ങളുമാണ് ഈ ഇറാൻ്റെ ബാലിസ്റ്റിക് മിസൈലിൻ്റെ ആക്രമണങ്ങൾ വന്നുകൊണ്ടിരിക്കുന്നത്. അതിൽ എടുത്തു പറയാനുള്ള അരാത്ത് എന്ന് പറഞ്ഞിട്ടുള്ള സ്ഥലം, പിന്നെ ഡിമോണ എന്ന് പറഞ്ഞിട്ടുള്ള ഈ 2 സ്ഥലങ്ങളാണ് ഇന്നലെ ഏറ്റവും കൂടുതൽ എന്താ പറയുക ബുദ്ധിമുട്ടുകൾ ഉണ്ടായത്. അവിടുന്ന് ആളുകളെ എന്താ പറയുക ബിൽഡിങ്ങുകൾ കത്തുന്നതും അവിടുന്ന് ആളുകളെ ഒഴിപ്പിക്കുന്നതും ആളുകളെ കൊണ്ടുപോകുന്നതും ചോരയൊലിച്ച് കൊണ്ടുപോകുന്ന രംഗങ്ങളൊക്കെ അതിൻ്റെ ഇടയിൽ പുറത്തു വന്നിട്ടുണ്ട്. ചില ഇന്ത്യയിലുള്ള ഇസ്രായേലിൽ ഉള്ള ചില ആളുകൾ അതിൻ്റെ വീഡിയോസൊക്കെ എടുത്തിട്ടുണ്ട്. അവർക്കൊക്കെതിരെ എന്ത് കേസാണ് ഇസ്രായേലിൽ വരിക എന്ന് പറയാൻ പറ്റില്ല. പക്ഷേ ഇതൊക്കെയാണ് ആ വീഡിയോയുടെ രംഗങ്ങൾ ഞാൻ കുറച്ച് ബ്ലർ ആക്കുന്നുണ്ട്. ഇങ്ങനെയൊക്കെയാണ് അവിടെ ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്. നമ്മുടെ നാട്ടിലെ സംഘി കൃസംഗി എച്ചിൽ ചെറ്റകൾ പറയുന്ന പോലെയല്ല ഇസ്രായേലിൻ്റെ അവസ്ഥ. വളരെ പരിതാപകരമാണ് ഇസ്രായേലിൻ്റെ അവസ്ഥ. ഒരുപാട് ഇതേപോലെ ഇപ്പോൾ നമ്മൾ തുടക്കത്തിൽ കണ്ട പോലെ യുദ്ധത്തിനെ സപ്പോർട്ട് ചെയ്യാണ്ട് എതിർക്കുന്ന ഒരുപാട് പേര് അവിടെ ഉണ്ട്. അവരും കൂടെ ഇതിൽ പെട്ടുപോകുന്നുണ്ട് പാവങ്ങൾ. അല്ലെങ്കിൽ യുദ്ധത്തിനെ സപ്പോർട്ട് ചെയ്യുന്ന നമ്മുടെ നാട്ടിലെ ഈ മറ്റേ വാണങ്ങളടക്കം അവിടെ പോയിട്ട് നിൽക്കുന്നതിലടക്കം അവിടുത്തെ ഒരുപാട് പേര് മരണപ്പെടുന്നുണ്ട്. നമ്മുടെ മലയാളി കൂടെ മരണപ്പെട്ടു എന്നുള്ള വാർത്തകൾ വരുന്നുണ്ട്. ആ വാർത്ത ഇന്നലെ ഒരു വട്ടം വന്നില്ലാണ്ട് പിന്നെ നിങ്ങൾ വല്ലതും കേട്ടോ അതിൻ്റെ അപ്ഡേറ്റ് ഒന്നുമില്ല. അതുവരെ മറച്ചു വെക്കുന്ന രാജ്യമാണ് ഇസ്രായേൽ. അല്ലെങ്കിൽ ഇസ്രായേൽ ഞങ്ങൾക്ക് തേനും പാനും തീട്ടും തരുന്നുണ്ട്, ഞങ്ങളത് തിന്ന് സന്തുഷ്ടരാന്ന് പറയുന്ന എല്ലാ വാണങ്ങളുകൊണ്ടാണ് ചോദിക്കുന്നത്. നീയൊക്കെ ചത്താൽ ഇത് തന്നെ അവസ്ഥ. നീയൊക്കെ ചത്ത് കഴിഞ്ഞാലും നിൻ്റെ വീട്ടുകാരറിയാണ്ട് അവിടെ എവിടെയെങ്കിലും കിടന്ന് പുഴുത്ത് നരകിച്ച് തീർന്നു പോകും, ദ്രവിച്ചു പോകും. അതുകൊണ്ടാണ് പറയുന്നത് ഉള്ളതുപോലെ പറഞ്ഞാൽ മതി. വെറുതെ അങ്ങോട്ട് കാബ്ര ഡാൻസ് കളിക്കേണ്ട വർത്താനം ഇവിടെ പറയാൻ വരരുത്. ഇതുപോലെ ഒരുത്തന് സംഭവിച്ചിട്ട് പാവം അതിനെപ്പറ്റി ഒരു ഡീറ്റെയിൽസും കിട്ടാതെ നമ്മളവിടെ കഷ്ടപ്പെടുക. അതിൻ്റെ കൂട്ടത്തിൽ നീയൊക്കെ നാളെ ഏതെങ്കിലും മിസൈൽ തലയിൽ വീണ് തല പൊട്ടിത്തെറി ചത്തുപോയാലുണ്ടല്ലോ ഒരു മനുഷ്യനും അറിയില്ല. ഇസ്രായേൽ ഇത് പുറത്തോട്ട് വിടാനും പോകുന്നില്ല. അതുകൊണ്ടാണ് പറയുന്നത്, വേറെ കൊണ്ടുമല്ല. അല്ലാണ്ട് നീ അവിടെ തീട്ടം കോരിക്കൊണ്ടും അല്ലെങ്കിൽ മോദി നിൻ്റെ തന്ത അതാന്ന് പറഞ്ഞതുകൊണ്ട് ഞങ്ങൾക്ക് ആർക്കും പ്രശ്നമില്ല. കാരണം ഞങ്ങളത് അംഗീകരിക്കാത്ത കാര്യങ്ങളായതുകൊണ്ട്. ഓക്കെ, അപ്പോൾ അതും കൂടെ ഒന്ന് പറഞ്ഞു എന്നേ ഉള്ളൂ. ഇനി അത് മാത്രമല്ല, മിസൈലിൻ്റെ ആഘാതം നമ്മൾ ഈ പറഞ്ഞ 2 സ്ഥലങ്ങളിൽ മാത്രമല്ല, ഇവിടെ കുട്ടികളടക്കം 100-ലധികം പേർക്ക് പരിക്കുകളും കാര്യങ്ങളും ഉണ്ട്. ഇനി രാഷ്ട്രീയ സാഹചര്യം പറയുകയാണെങ്കിൽ ഇറാനിലെ ആണവ നിലകൾക്കെതിരെ ഉണ്ടായിട്ടുള്ള ആക്രമണം നമ്മൾ ഇന്നലെ കണ്ടിരുന്നില്ല. നെതാൻസിലൊക്കെ ചെയ്തതിൻ്റെ ഭാഗമായിട്ട് ഇവിടെ ബോംബ് വീകുന്ന അതേ 5 നിമിഷത്തിൻ്റെ അപ്പുറത്താണ് ഇസ്രായേൽ ഇതുപോലെ തന്നെ ബോംബ് പൊട്ടിക്കൊണ്ടിരിക്കുന്നത്. ഒരു രക്ഷയില്ലാണ്ടാണ് ഇപ്പോൾ ഇസ്രായേൽ നിന്നുകൊണ്ടിരിക്കുന്നതും. അതുമാത്രമല്ല, ഗവൺമെൻറ്റിൻ്റെ തീവ്രമായിട്ടുള്ള സൈനിക നയങ്ങൾ സംരക്ഷിക്കുന്നതിൻ്റെ പകരമായി ജനങ്ങളുടെ ജീവിതത്തിലാണ് ഈ ഗവൺമെൻറ് കൈകടത്തുന്നത് എന്ന് അവിടുത്തെ ആളുകൾ അഭിപ്രായപ്പെട്ട് തുടങ്ങിയിട്ടുണ്ട്. തങ്ങളുടെ ശത്രുക്കളെ തകർക്കുമെന്ന് ബെൻക്വയർ ആവർത്തിക്കുമ്പോഴും ജനങ്ങൾ ഭരണകൂടത്തിലുള്ള വിശ്വാസം
കംപ്ലീറ്റ്ലി ഇല്ലാണ്ടായിക്കൊണ്ടിരിക്കുകയാണ് ഇപ്പോൾ ഇസ്രായേൽ. ഇത് തന്നെയാണ് അമേരിക്കയിൽ നടന്നുകൊണ്ടിരിക്കുന്നത്. ട്രംപിനെ കണ്ട കൂക്കി വിളിക്കുന്ന ജനങ്ങളാണ് 70% ഇപ്പോൾ അമേരിക്കയിലുള്ളത്, പ്രത്യേകിച്ച് ഈ യുദ്ധ സാഹചര്യത്തിൽ. ഇനി അത് മാത്രമല്ല, ടെല്ലവീവിൽ നടക്കുന്ന പ്രൊട്ടസ്റ്റാണ് നമ്മൾ ഈ കണ്ട യുദ്ധത്തിനെതിരെ, ഗവൺമെൻറ്റിനെതിരെ ടെല്ലവീവിൽ നടക്കുന്ന പ്രൊട്ടസ്റ്റാണ് നമ്മൾ കാണുന്നത്. ഒരു ഏരിയയിൽ മാത്രമല്ല, കംപ്ലീറ്റ് ഇസ്രായേൽ ഒരു വലിയ വിഭാഗം ഇതുപോലെ പ്രൊട്ടസ്റ്റുമായിട്ട് ഇറങ്ങിയിട്ടുണ്ട്. അവർക്ക് യുദ്ധം വേണ്ട, കാരണം അവിടെ ബോംബ് വീഴുന്നുണ്ട്, ആളുകൾ മരിക്കുന്നുണ്ടെന്ന് എല്ലാവർക്കും അറിയാം. അപ്പം അത് മനസ്സിലാക്കുന്ന അവിടുത്തെ ജനങ്ങൾ, അവിടുത്തെ സ്വൈര ജീവിതം ഇല്ലാണ്ടാക്കിയ ഈ ഒരു ഗവൺമെൻറ്റോ അല്ലെങ്കിൽ അമേരിക്കൻ ഗവൺമെൻറ്റിന് എതിരെയാണ് ഏറ്റവും കൂടുതൽ ഇപ്പം അവിടെ ആൾക്കാർ പ്രൊട്ടസ്റ്റ് ചെയ്യുന്നത്. ഇതൊക്കെ പച്ചക്കുള്ള വീഡിയോ, അതൊന്നും AI ക്രിയേറ്റഡ് അല്ല. നെതന്യാഹുവിൻ്റെ വീഡിയോ ക്രിയേറ്റ് ചെയ്ത AI ക്രിയേറ്റഡ് വീഡിയോ അല്ല. അവിടെ നടക്കുന്ന കാര്യങ്ങൾ ലൈവായിട്ട് വരുന്ന വീഡിയോകളൊന്ന് കണ്ടു പഠിക്കുക. അറ്റ്ലീസ്റ്റ് നമ്മുടെ നാട്ടിലെ ആളുകളെങ്കിലും മനസ്സിലാക്കി ഇതൊക്കെയാണ് അവിടെ നടക്കുന്നത് എന്നുള്ളത്. ഇനി F-35 വിമാനം തകർത്തു എന്നുള്ളത് നമ്മൾ കണ്ടു, വീഡിയോ സഹിതം കണ്ടു. അതും സമ്മതിച്ച് തന്നിട്ടില്ല. വിമാനത്തിൽ മിസൈൽ കൊണ്ടിട്ടുണ്ട്, വിമാനം വീണിട്ടുണ്ട്. പക്ഷേ എങ്ങനെയോ കറങ്ങിത്തിരിഞ്ഞ് മറ്റേ പട്ടം പറക്കുന്ന പോലെ വിമാനം കറക്റ്റായിട്ട് ഏതോ ഒരു എന്താ പറയുക മിഡിൽ ഈസ്റ്റിൻ ബേസിൽ വന്നു. പൈലറ്റൊക്കെ പുറത്തിറങ്ങി, വിമാനം ജസ്റ്റ് കേടുപാടുകളൊക്കെ ഉണ്ട്, ഞങ്ങളത് അറ്റകുറ്റപ്പണികളൊക്കെ അയക്കുമെന്നാണ് പറഞ്ഞത്. ഏതാണെങ്കിലും സാധനം പൊളിഞ്ഞ വീഡിയോ നമ്മൾ കണ്ടു. അതുപോലെ തന്നെ F-16 വിമാനം വീണതായിട്ടാണ് ഇപ്പോൾ IRGC പറയുന്നത്. ഇന്നലെ 21-ാം തീയതിയാണ് മധ്യമേഖലയിൽ പറക്കുന്ന ഈ ഒരു ഇസ്രായേലിൻ്റെ അത്യാധുനിക വിമാനമായിട്ടുള്ള F-16 യുദ്ധവിമാനം തകർത്തതായിട്ട് ഇറാൻ അവകാശപ്പെടുന്നത്. ഇതിൻ്റെ ഇസ്രായേലിൻ്റെ പ്രതികരണം, തങ്ങളുടെ F-16 വിമാനത്തിന് നേരെ മിസൈൽ ആക്രമണം ഉണ്ടായിട്ടുണ്ട്, പക്ഷേ ഒരു കേടുപാടുകളും ഉണ്ടായിട്ടില്ല. സംഭവിച്ച ഉടനെ തന്നെ ദൗത്യം വിജയകരമായിട്ട് പിന്നിട്ട് ഫ്ലൈറ്റ് ഇവിടെ തിരിച്ചെത്തിയിട്ടുണ്ട് എന്നാണ് IDF പറഞ്ഞിട്ടുള്ളത്. അതുമാത്രമല്ല, അമേരിക്കൻ F-35 വിമാനത്തിന് നേരെയുള്ള ആക്രമണം March 19 നമ്മൾ കണ്ടു. അപ്പം അതായത് കംപ്ലീറ്റ്ലി റഡാർ സിസ്റ്റം, 360 ഡിഗ്രി റഡാർ സിസ്റ്റം ഉള്ള ഈ വിമാനത്തിന് വരെ അതിൻ്റെ റഡാർ സിസ്റ്റങ്ങളെ പോലും ഒളിപ്പിച്ച് വെച്ചുകൊണ്ടായിരുന്നു ഇറാൻ്റെ മറ്റ് രീതിയിലുള്ള മിസൈൽ ആക്രമണങ്ങൾ. അതുകൊണ്ട് തന്നെ ഇനി ഈസിയാണ് ഇറാന് ആ ഒരു കീ പോയിന്റ് കിട്ടിയിട്ടുണ്ട്. അത് വെച്ചിട്ടാണ് ഇറാൻ ഇനി അങ്ങോട്ട് ചെല്ലുന്ന എന്താ പറയുക വിമാനങ്ങൾ അടിച്ചിട്ട്, നമ്മൾ ഇന്നലെ രാവിലെ ചെയ്ത വീഡിയോയിൽ പറഞ്ഞിരുന്നു. അതായത് F-35 പോലത്തെ ഒരു വിമാനം തകർക്കാനുള്ള ആ ഒരു പോയിന്റ് ഉണ്ടല്ലോ, അത് ഇറാന് കിട്ടിക്കഴിഞ്ഞാൽ പിന്നെ അവിടെ വരുന്ന ഏത് വിമാനങ്ങൾ തകർക്കാനുള്ള എന്താ പറയുക ഐഡിയ അല്ലെങ്കിൽ അങ്ങനത്തെ മിസൈലുകൾ അവർ സിമ്പിളായിട്ട് അവരുണ്ടാക്കും. അതിപ്പം വ്യക്തമായിട്ടുണ്ട്. അതാണ് അത് കഴിഞ്ഞ് F-16 അങ്ങോട്ട് പോയി അതിനും കിട്ടി പണി എന്നുള്ള ന്യൂസ് വരാനുള്ള യഥാർത്ഥത്തിലുള്ള കാരണം. ഇനി അത് മാത്രമല്ല, അമേരിക്കയുടെ MQ-37, 35 എന്നൊക്കെ പറഞ്ഞിട്ടുള്ള ഡ്രോണുകളുണ്ടല്ലോ, അത് കംപ്ലീറ്റ്ലി ഇന്നലെ ഏകദേശം 2 ഡസനോളം അത്തരം ഡ്രോണുകളാണ് ഇറാനിലോട്ട് പോയിട്ടുള്ളത്. അത് കംപ്ലീറ്റ്ലി തകർത്തിട്ടുണ്ട് എന്നുള്ള വീഡിയോ ക്ലിപ്പ് അടക്കം ഇന്ന് രാവിലെ വീണ്ടും പുറത്തോട്ട് വന്നിട്ടുണ്ട്. സത്യം പറഞ്ഞാൽ ട്രംപ് അല്ലെങ്കിൽ നെതന്യാഹു ഓരോ ദിവസം 2 വട്ടം വന്ന് വാർത്താ സമ്മേളനം കൊടുക്കുന്നുണ്ട്, ഇറാൻ്റെ എല്ലാം നശിച്ചു. പക്ഷേ ഈ പറയുന്ന സമയത്തും ഇവരുടെ 1000 കോടിയുടെയും 500 കോടിയുടെയും 10,000 കോടിയുടെയൊക്കെ വിമാനങ്ങളും കപ്പലുകളും ഡ്രോണുകളും ഇറാൻ തകർത്തുകൊണ്ടേയിരിക്കുന്നുണ്ട്. ഇറാൻ ഏതായാലും കമ്പിത്തിരി അങ്ങോട്ട് എറിഞ്ഞിട്ടല്ല തകർക്കണത് നമുക്കറിയാം. അപ്പോൾ ഇറാൻ്റെ ഒരു ശേഷി ഇതുവരെ കംപ്ലീറ്റ്ലി നഷ്ടപ്പെട്ടിട്ടില്ല. മിസൈൽ ഉണ്ടാക്കും ചെയ്യുന്നുണ്ട്, അത് വിടുന്നുണ്ട്, വരുന്ന മിസൈലുകളെയും വിമാനങ്ങളെയും തകർക്കുന്നുണ്ട്, കപ്പലിനെ വരെ ഓടിപ്പിച്ച് വിട്ട് 2 കപ്പലുകൾ വന്ന രണ്ടും കൊല കുത്തി കൊണ്ടുവന്ന 2 കപ്പലുകൾ ഇപ്പോൾ ഇറാൻ്റെ അതിർത്തിയിൽ പോലും ഇല്ല, രാജ്യം വിട്ടുപോയി എന്നുള്ളത് നമ്മൾ കണ്ടു. 3ാമത്തെ ഒരു കപ്പൽ 2 പണി കിട്ടിയ 3ാമത്തേനെ വിട്ടിട്ടുണ്ട്. ഇനി അതിൻ്റെ എവിടെ പോയിട്ട് ഇറാൻ പൊട്ടിക്കുക എന്നുള്ളത് മാത്രം വെയിറ്റ് ചെയ്തിട്ട് നമുക്ക് കാണാം. ഏതാണെങ്കിലും ഇറാൻ ചുമ്മാ പറഞ്ഞതുമല്ല, ചുമ്മാ ചെയ്യുന്നതുമല്ല, പറഞ്ഞ കാര്യങ്ങൾ വ്യക്തതയോടെ തന്നെ ചെയ്തു തീർക്കുന്നുണ്ട്. ഈ 2 കാര്യങ്ങളാണ് ഇന്ന് അവിടെ പ്രത്യേകിച്ച് നമുക്ക് പറയാനുള്ളത് ഈ ഒരു അപ്ഡേറ്റിൽ. ഇനി വേറെ എന്തെങ്കിലുമൊക്കെ വരികയാണെങ്കിൽ നമുക്ക് അടുത്തൊരു വീഡിയോ ആയിട്ട് ചെയ്യാം. ശരി, അപ്പോൾ മാക്സിമം സപ്പോർട്ട് ചെയ്യുക. മാക്സിമം നിങ്ങളുടെ ലൈക്കും ഷെയറും കമൻറ്റും സബ്സ്ക്രിപ്ഷനും ഒക്കെ തരിക, ചാനൽ പൂട്ടാണ്ടിരിക്കാൻ മുന്നോട്ട് പോകാൻ വേണ്ടിയിട്ട്. നന്ദി.